ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും. അത് സാധാരണയാ. ആ വഴക്കില് ആരെങ്കിലും ഒരാൾ ഇറങ്ങി വന്നാൽ വഴക്ക് തീരും. പക്ഷെ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ മാത്രമേ കുടുംബം ഒന്നിക്കൂ, അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോകും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇറങ്ങി വാ രഞ്ജിത്ത്. നിങ്ങൾ വെറുതെ വാശി പിടിച്ചോണ്ടിരിക്കുക, കുടുംബം തകർന്നു പോകില്ലേ രഞ്ജിത്ത്? ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നെങ്കിലും ആ യേശുവിന് സ്ഥാനം കൊടുക്കുമോ? കർത്താവ് ഇന്ന് നിങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. മകനെ, നീ ഇറങ്ങി വാ. എന്റെ മകളെ, നീ ഇറങ്ങി വാ. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായും കുടുംബങ്ങളിൽ ഉണർവുണ്ടാകണം എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടെയും ഈ പരിപാടി കർത്താവ് വഴി നയിച്ചു വരികയാണ്. ഓരോ ആഴ്ചയും ഈ പരിപാടിയിലൂടെ അനേകം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഇറങ്ങി വാ എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. ഏതു കുടുംബത്തിലാണോ വിട്ടുവീഴ്ചയും മനസ്സിലാക്കുന്ന മനോഭാവവും ഉള്ളത്, ആ കുടുംബം സന്തോഷമുള്ള കുടുംബമായി ജീവിക്കും. ഒരു കുടുംബമായാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിട്ടുവീഴ്ചയും ഐക്യതയും ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മിൽ പലരും ഇന്ന് അതിന് തയ്യാറാവുന്നില്ല. തങ്ങളുടെ വാശി ഉപേക്ഷിച്ചിറങ്ങി വരുന്നില്ല. തങ്ങൾ പറഞ്ഞതു തന്നെ നടക്കണം, തങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് കുടുംബം നടക്കേണ്ടത് എന്നുള്ള ഒരു പിടിവാശി കൊണ്ട് ധാരാളം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ പല കുടുംബങ്ങളിലെയും ഐക്യത നഷ്ടപ്പെടുന്നു. ധാരാളം കുടുംബങ്ങൾ തകർന്നു പോകുന്നുമുണ്ട്. ദൈവത്തിന്റെ മക്കളായ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് താഴ്ന്ന സ്വഭാവക്കാരായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹവും ദൈവത്തിന്റെ സമാധാനവും നിലനിൽക്കും. ഇപ്പോൾ നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. ചേച്ചി, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കും മാലതി. അവസാനിക്കാത്ത ശണ്ഠയും മഴയത്തൊഴുകുന്ന വെള്ളവും ഒന്നു തന്നെയാ. സമാധാനം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ഞാൻ ഇറങ്ങി വന്നിട്ടും ഏട്ടൻ ഇറങ്ങി വരുന്നില്ലല്ലോ. ഇറങ്ങി വരും മാലതി. അതെങ്ങനെ ഇറങ്ങി വരാതിരിക്കാൻ കഴിയാ? ദേഷ്യവും പരിഭവവും ഒക്കെ കുറച്ചു നാളത്തേക്കേ കാണൂ. ആദ്യം നീ ദേഷ്യപ്പെടുന്നത് നിർത്ത്. ചെയ്യാനുള്ളത് ചെയ്യ്. നടക്കാനുള്ളതൊക്കെ താനേ നടന്നോളും. ശരി ചേച്ചി. എന്താടാ, വീണ്ടും ഇതെല്ലാം പ്രശ്നമായോ? അതേടാ, കുറച്ചുനാള് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ പിന്നെയും തുടങ്ങിയിരിക്കുക. തുടങ്ങുക, അവസാനിക്കുക, വീണ്ടും തുടങ്ങുക, അവസാനിക്കുക. നിന്റെ ജീവിതം എന്താടാ, സീസോ പോലെയാണല്ലോ. എന്ത് ചെയ്യാനാ, എല്ലാം എന്റെ സമയദോഷം. എടാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകരുതോ? അതെങ്ങനെയാ? അവള് താഴില്ല, ഞാൻ താന്നു കൊടുക്കണമെന്നാ? അതിന് എന്നെ കിട്ടില്ല. ആരെങ്കിലും ഒന്ന് താഴ്ന്നു കൊടുത്താലേ ജീവിതം സന്തോഷമായിട്ട് പോവുള്ളൂ. എന്താടാ നീയും അഡ്വൈസ് ചെയ്യാ? ഫ്രീ അഡ്വൈസ് ആടാ. ആവശ്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്ക്. ശരിയളിയാ, ഞാൻ വീട്ടിലേക്ക് പോവാ. നിക്ക്, കുറച്ചേരം സംസാരിക്കാം. എന്താ നിനക്ക് ഇത്ര തിരക്ക്? എന്ത് തിരക്കെന്നോ? നിനക്ക് വീടും കുടിയൊന്നുമില്ല, അതുപോലെന്നോ എന്റെ കാര്യം. മര്യാദയ്ക്ക് വീട്ടിൽ പോടാ. വീട്ടിൽ പോയാൽ ശരിയാവില്ല. ഓഫീസിൽ നിന്ന് ലീവാ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയായിരുന്നു. ശരിയളിയാ, എനിക്ക് സമയമായി. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയിരിക്കട്ടെ. ആ,
എന്താ രഞ്ജിത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഓഫീസിൽ പോയില്ലേ? ഓഫീസ് ലീവ് ചേച്ചി, അതാ പോവാത്തെ. ശരി, ഞാൻ വരട്ടെ. ചേച്ചി ചേച്ചി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ശരി രഞ്ജിത്ത്, ഞാൻ വരട്ടെ. പറയേ. ഭക്ഷണം കഴിക്കാൻ വായേട്ടാ. എന്താ പെട്ടെന്ന് ഫോണൊക്കെ ചെയ്യുന്നു? എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? അതാണല്ലോ പ്രശ്നം. ഒരുപോലെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ വാ. ഭക്ഷണം ഹോട്ടലിലും കിട്ടും, ഞാൻ പോയി കഴിച്ചോളാം. എന്തിനായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പ്ലീസ് വീട്ടിൽ വാ, ഭക്ഷണം കഴിക്കാം. വായേട്ടാ കഴിക്കാം. ഞാൻ കഴിച്ചു. കഴിച്ചെന്നോ? എവിടുന്നാ കഴിച്ചേ? ഹോട്ടലില്. ഹോട്ടലിൽ നിന്ന് കഴിച്ചോ? എന്താ ഏട്ടാ, വീട്ടിലോട്ടല്ലേ ഞാൻ വിളിച്ചത്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. നിങ്ങൾ വരാൻ വേണ്ടി കഴിക്കാതെ കാത്തിരിക്കുക. ഞാൻ നിന്നോട് കാത്തിരിക്കാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വിശന്നപ്പോ ഞാൻ പോയി കഴിച്ചു. നിനക്ക് വിശപ്പുണ്ടെങ്കിൽ പോയി കഴിച്ചൂടെ? നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഏതാ ഏട്ടാ അഭിനയം? നിങ്ങൾക്ക് സ്നേഹവും അഭിനയവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ? അറിയില്ലല്ലോ. അറിയാതെയല്ലേ ഇത്രയും നാളും ജീവിച്ചോണ്ടിരുന്നത്. ഏട്ടാ, പോകുന്ന വഴിക്കല്ലേ എന്റെ ഓഫീസ്. എന്നൊന്ന് ഇറക്കി വിടുവോ? ബസ്സിൽ പൊയ്ക്കൂടെ? ലേറ്റായി ഏട്ടാ, പ്ലീസ്. വേണമെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്ത് വെക്കും. എന്താ ഏട്ടാ ഇത്? നിങ്ങൾ പോകുന്ന വഴിക്കല്ലേ എന്റെ ഓഫീസ്. ഒന്ന് ഇറക്കി വിട്ടാൽ എന്താ? എന്താ ഇത്? നിനക്ക് ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലേ? പിന്നെ വെറുതെ കെഞ്ചിക്കൊണ്ടിരിക്കുന്ന. കെഞ്ചി ചോദിക്കുന്നെന്നോ? ഞാൻ നിങ്ങളുടെ ഭാര്യ. എന്നും എന്നെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കൊല്ലുന്നതിലും ഭേദം ഒറ്റയടിക്ക് അങ്ങ് കൊന്നേക്ക്. ഞാനെന്തിനാ നിന്നെ കൊല്ലുന്ന? നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണം. ചാവണമെന്നുണ്ടെങ്കിൽ പോയി ചത്തേക്ക്. എന്താ രഞ്ജിത്ത് ഇവിടെ നിൽക്കുന്നേ? ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല ചേച്ചി. മെക്കാനിക്കിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ, ഇപ്പൊ സംസാരിക്കാമോ രഞ്ജിത്ത്? ഈ സ്ഥലം നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ചേച്ചി, എന്തിനാ രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? നിങ്ങളോട് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ചേച്ചി, മാലതിയുടെ പെരുമാറ്റത്തെക്കാൾ എന്റെ പെരുമാറ്റം അത്ര മോശമല്ല. എന്തു മോശമല്ലെന്നാ പറയുന്നത്? മാലതി ഇത്രത്തോളം ഇറങ്ങി വന്നില്ലേ? നിങ്ങൾ പിന്നെയും കൊമ്പത്തിരിക്കുക. പിന്നെ എങ്ങനെ കുടുംബം ഒന്നിക്കും? ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും. അത് സാധാരണയാ. ആ വഴക്കില് ആരെങ്കിലും ഒരാൾ താണു കൊടുത്താ വഴക്ക് തീരും. പക്ഷെ രണ്ടുപേരും താണു കൊടുത്താൽ മാത്രമേ കുടുംബം ഒന്നിക്കൂ.
അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോകും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇറങ്ങി വാ രഞ്ജിത്ത്. നിങ്ങൾ നിങ്ങളുടെ വാശി ഉപേക്ഷിക്കുന്നില്ല. കുടുംബം തകർന്നു പോകില്ലേ രഞ്ജിത്ത്? അല്ലെങ്കിലേ എപ്പോ നോക്കിയാലും പ്രശ്നങ്ങളാ, അതിന്റെ കൂടെ ഇതും വേണ്ട രഞ്ജിത്ത്. മാലതി ചെയ്ത തെറ്റിനായി നിങ്ങളോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞു, ചോദിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ നിങ്ങളോ? സക്കായി മരത്തിന് മുകളിൽ ഇരിക്കുകയായിരുന്നു. യേശുവിന് അവന്റെ വീട്ടിൽ പാർക്കണമായിരുന്നു. അതുകൊണ്ടാണ് യേശു താഴെ ഇറങ്ങി വരാൻ പറഞ്ഞത്. അപ്പോഴേ യേശുവിന് അവിടെ പാർക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രതാപം, കോപം, വെറുപ്പ് ഇതെല്ലാം കഴുകി കളഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരണം. അപ്പോഴേ നിങ്ങളുടെ വീട്ടില് കർത്താവിന് താമസിക്കാൻ പറ്റൂ. നിങ്ങളുടെ ഈഗോ ഉപേക്ഷിച്ച് താഴെ ഇറങ്ങ്. ഞാൻ എന്നുള്ള അഹംഭാവം വിട്ടിറങ്ങ്. നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് പോലെ മാലതിയുടെ മനസ്സും വിഷമിക്കില്ലേ? അത് മനസ്സിലാക്ക രഞ്ജിത്ത്. മൊബൈൽ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ചുമ്മാ മാലതി ഫോൺ ചെയ്ത് ശല്യം ചെയ്തോണ്ടിരിക്കും, അതുകൊണ്ടാ സ്വിച്ച് ഓഫ് ചെയ്തത്. നീ ഒരു മനുഷ്യനാണോടാ? എന്താ രഞ്ജിത്ത്, നിങ്ങൾ ഓട്ടോയിൽ പുറകെ വന്നേക്കാം. വേഗം ഒന്ന് പെട്ടെന്ന് പോടാ. പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങൾക്കത് അനുഗ്രഹപ്രദമായിരുന്നോ? അടുത്തതായി സഹോദരി അനിത ഭാനു അവർകൾ നിങ്ങൾക്കായി ദൈവവചനങ്ങൾ പങ്കുവച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നല്ല വീട് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓരോ ആഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടി നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ഇറങ്ങി വാ എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ്. ചില വേദവചനങ്ങൾ ധ്യാനിച്ച് നാം പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇറങ്ങി വാ. എന്തിൽ നിന്നിറങ്ങി വരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വഭാവവിശേഷങ്ങളിൽ ധാരാളം കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന നാളുകളിൽ ഒരു മനുഷ്യനോട് ഇറങ്ങി വാ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ലൂക്കോസ് 19 അധ്യായം ആദ്യത്തെ 10 വചനങ്ങളിൽ ഒരു സംഭവം എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ലൂക്കോസ് 19 അധ്യായം 5 വചനം നമ്മൾ വായിച്ചു നോക്കിയാൽ, അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ടു നോക്കി, സക്കായിയേ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സക്കായി ഒരു കാട്ടത്തിന്മേൽ കയറിയിരിക്കുകയാണ്. എന്തിനാണിരിക്കുന്നത്? യേശുവിനെ കാണാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ യേശുവിനെ കാണാൻ വേണ്ടി കാത്തിരുന്ന അവനോട് യേശു പറയുകയാണ്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ആരാണ് ആ മനുഷ്യൻ? ഇയാളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ, 1 വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ ധനവാനാണ്. ആദ്യത്തെ 2 വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ. അതായത് ഇയാൾ വലിയ ധനവാനാണ്, പണക്കാരനാണ്, ചുങ്കക്കാരിൽ പ്രമാണിയാണ്. ഇയാൾ പ്രമാണിയാണെങ്കിൽ അയാളുടെ താഴെ കുറെ പേരുണ്ടാകും. അപ്പോൾ അത്രത്തോളം ഒരു സമ്പൽ സമൃദ്ധിയോടെ ഒരു സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോടാണ് യേശു പറയുന്നത്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു, വേഗം ഇറങ്ങി വാ എന്ന് പറയുന്നു. അപ്പോൾ അവൻ ഇറങ്ങി വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. മരത്തിന്റെ മുകളിൽ നിന്നും ഇറങ്ങി വരണം എന്ന് പറഞ്ഞാൽ പോലും സക്കായിയുടെ ആ സ്വഭാവ വിശേഷങ്ങൾ, ചില കാര്യങ്ങളിൽ അവൻ വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു, ഇറങ്ങി വരണമായിരുന്നു. അതുകൊണ്ടാണ് യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ 3 വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ച അവനോടാണ് യേശു പറഞ്ഞത്, നീ വേഗം ഇറങ്ങി വാ എന്ന്. അപ്പോൾ ഇറങ്ങി വരണം. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഒരുപക്ഷെ നീരസമുണ്ടായിരിക്കാം, കോപമുണ്ടായിരിക്കാം, വൈരാഗ്യമുണ്ടാകാം, കയ്പ് മനോഭാവമുണ്ടാകാം. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഞാനിന്ന് പാർക്കണമെങ്കിൽ നീ ഇറങ്ങി വരേണ്ട ഒരു കാര്യമുണ്ട്. അതുപേക്ഷിച്ച് നീ ഇറങ്ങി വന്നാലേ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുകയുള്ളൂ എന്ന്. എന്താണെന്നറിയാമോ?
ഈ സക്കായി ആരാണെന്നറിയാമോ? അയാൾ ഒരു ധനവാൻ തന്നെയാണ്, ചുങ്കക്കാരിൽ പ്രമാണിയാണ്. പക്ഷേ ജനങ്ങൾ അവനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്നറിയാമോ? 19-ാം അധ്യായം 7-ാം വചനം വായിച്ചാൽ, അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. അവൻ വലിയ പ്രമാണിയാണെങ്കിലും ധനവാനാണെങ്കിലും അവനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവൻ പാപിയാണ്. എന്തുകൊണ്ടാണ് അവൻ പാപിയായത്? അവൻ ചുങ്കവും പലിശയും വാങ്ങുന്നവനാണ്. അവൻ പലരുടെ അടുത്തു നിന്നും അന്യായമായിട്ട് വാങ്ങും. അതായത് സക്കായി തന്നെ പറയുന്നുണ്ട്, ഞാൻ അന്യായമായി ഒരുവനിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന്. അപ്പോൾ അന്യായമായി സമ്പാദിച്ച് ധനവാനായവനാണ്. അത്രയ്ക്ക് പാപിയായ ഒരുവൻ, അവനാണ് യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചത്. പരിശുദ്ധവാനായ ദൈവത്തിനു മുന്നിൽ അന്യായമായി സമ്പാദിച്ചത് നിലനിൽക്കില്ല. പരിശുദ്ധവാനായ ദൈവത്തിനു മുന്നിൽ നീരസത്തിനോ കോപത്തിനോ നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നോ? യഹോവ പരിശുദ്ധവാനായ ദൈവമാണ്. ആ സക്കായിയോട് ഇറങ്ങി വാ എന്ന് പറഞ്ഞ ഉടനെ അവൻ കർത്താവിന് മുൻപാകെ വന്ന് നിൽക്കുന്നു. കാരണം യഹോവ പരിശുദ്ധവാനാണ്, അവൻ നല്ലവനാണ്, സർവശക്തനാണ്, അവൻ പാപമെന്തെന്നറിയാത്തവനാണ്, തിന്മ ചെയ്യാത്തവൻ. അങ്ങനെയുള്ള ഒരു ദൈവത്തിനു മുന്നിലാണ് സക്കായി നിൽക്കുന്നത്. അപ്പോൾ ദൈവം നീ പാപിയാണ്, നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ തന്നെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ നമ്മൾ ആരാണെന്ന് കാണിക്കും. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമ്മളെ കറക്റ്റ് ചെയ്യും, എല്ലാം നേരെയാക്കും. അതേപോലെയാണ് ദൈവത്തിനു മുന്നിൽ സക്കായി നിന്ന ഉടനെ അവൻ ആരാണെന്നുള്ളത് അവന് വ്യക്തമാക്കി കൊടുത്തു. കർത്താവ് പറഞ്ഞില്ല നീ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. ദൈവം മുൻപാകെ ദൈവത്തിന്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ അവന് മനസ്സിലായി. ഉടനെ അവൻ നേരെയാകാനുള്ള ഒരു ഹൃദയം, അവൻ നല്ലവനാകാനുള്ള ഒരു ഹൃദയം, ഞാൻ യേശുവിന്റെ മുൻപിൽ പാപിയാണെന്നുള്ള ഒരു ഹൃദയം അവന് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് അവനിവിടെ പറയുന്നത്, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് 4 മടങ്ങ് മടക്കിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഒരുപക്ഷെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പോലും നേരോടുകൂടി പെരുമാറാതെ തെറ്റായ പാതയിൽ അന്യായമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിൽ സത്യസന്ധതയില്ലായിരിക്കാം, കുടുംബത്തിൽ സത്യസന്ധതയില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ, ഞാൻ നേരോടെ ജീവിക്കുന്നുണ്ടോ? ഞാൻ നല്ലവനാണോ? എന്റെ ജീവിതം ശരിയാണോ? ഞാൻ പോകുന്ന പാത ശരിയാണോ? എന്റെ ജീവിത രീതികൾ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പേരൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ഭാര്യയായിരിക്കാം, ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കാം, കൂടപ്പിറപ്പുകൾക്ക് ഏതെങ്കിലും ഒരു ചുറ്റുപാടിൽ നിങ്ങളുടെ യജമാനന് നിങ്ങൾ ജോലിക്കാരനായിരിക്കാം, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ മാനേജർ ആയിരിക്കാം. സത്യസന്ധതയുണ്ടോ? കർത്താവിനോട് നേരോടെയാണോ ഉള്ളത്? കർത്താവ് കണ്ട് സന്തോഷിക്കുന്നത് പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? ഇന്ന് അങ്ങനെ അല്ല എന്ന് കർത്താവ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം ഉപേക്ഷിച്ച് നിങ്ങൾ ഇറങ്ങി വരിക. കർത്താവ് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പാർക്കണം. വെറുതെ യേശുവേ എന്റെ വീട്ടിലേക്ക് വരണേ എന്ന് പറഞ്ഞാൽ വരില്ല. കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യം നിങ്ങളുടെ വീട്ടിൽ ഉള്ളതുവരെ കർത്താവ് ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് പാർക്കുകയില്ല. അത് ഉപേക്ഷിച്ച് സക്കായി ഏറ്റു പറഞ്ഞതുകൊണ്ടാണത്. ജനങ്ങളെല്ലാം പറഞ്ഞു, ഇവനൊരു പാപിയാണല്ലോ, ഇവന്റെ വീട്ടിൽ എന്തിനു പോകുന്നു? എന്നാൽ യഹോവ ഇറങ്ങി വാ എന്ന് പറഞ്ഞ ഉടനെ അവൻ ഇറങ്ങി വന്ന് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് അവന്റെ വീട്ടിൽ പാർക്കണം എന്ന് പറഞ്ഞ് ഇഷ്ടത്തോടെ സക്കായിയുടെ വീട്ടിലേക്ക് അവൻ പോകുന്നത്. അതുമാത്രമല്ല, അവന്റെ ഉള്ളിലുണ്ടായിരുന്ന 2 കാര്യങ്ങൾ, കർത്താവിനെ കാണാൻ തടസ്സമായിരുന്ന 2 കാര്യങ്ങൾ ആ വചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3-ാം വചനം, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവനാകൊണ്ട്. ഒന്നാമതായി അവൻ കുറിയവനായിരുന്നു, യേശുവിനെ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നോ? അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു തടസ്സം. യേശുവിനെ കാണാൻ, അതുകൊണ്ടാണ് അവൻ മരത്തിന് മുകളിൽ കയറിയിരുന്നത്. അവന്റെ ഉള്ളിൽ തന്നെ തടസ്സമുണ്ടായിരുന്നു. എല്ലാരെ പോലെയും അവന് കാണാൻ കഴിഞ്ഞില്ല. അവന് പൊക്കം കുറവായിരുന്നത് കൊണ്ട് അവന് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ മരത്തിന് മുകളിൽ കയറിയിരുന്നു. അവന്റെ ഉള്ളിൽ തന്നെ ആ തടസ്സമുണ്ടായിരുന്നു. രണ്ടാമതായി, പുരുഷാരം നിമിത്തം അവന് കാണാൻ കഴിഞ്ഞില്ല. വലിയ ആൾക്കൂട്ടമായിരുന്നു. ധാരാളം ജനങ്ങൾ അവനെ പാപിയാണെന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ അവൻ പാപിയാണ്, ദുസ്വഭാവിയാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തടസ്സമുണ്ട്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത്? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു? ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നല്ലവളാണ് എന്ന് പറയുകയുള്ളൂ. പക്ഷേ ഞാൻ നല്ലവളാണെന്ന് പറയുന്നതിനേക്കാൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്, എന്ത് സാക്ഷ്യമാണ് പറയുന്നത്, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ സാക്ഷിയായി ജീവിക്കുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യേശു ഒരു മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറവുകളെയെല്ലാം ക്ഷമിച്ച്, ആ പാപങ്ങളെയെല്ലാം ക്ഷമിച്ച് അവന്റെ രക്തം കൊണ്ട് കഴുകി നമ്മെ പരിശുദ്ധമാക്കി അവന്റെ മക്കളായി ജീവിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മനസ്സിലായോ? അവൻ അത്രയ്ക്കും വലിയ ദൈവമായിരുന്നിട്ടും
മഹാശക്തിയുള്ള ദൈവമായിരുന്നിട്ടും, ലോകത്തിലെ അണ്ടചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമായിരുന്നിട്ടും, ലോകത്തിലുള്ള എല്ലാ ചുറ്റുപാടുകളെയും തന്റെ അധീനതയിൽ വെച്ചിരിക്കുന്ന കർത്താവായിരുന്നിട്ടും അവൻ തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തുകൊണ്ടാണെന്നോ? നിങ്ങളെയും എന്നെയും അവനെ പോലെയാക്കാൻ വേണ്ടി, അവനെപ്പോലെ ആ താഴ്മയും സൽസ്വഭാവവും നമുക്ക് നൽകാൻ വേണ്ടി. ഈ ദേഷ്യം, നീരസം, വൈരാഗ്യം, വഴക്കുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം അകറ്റി ജഡീക പ്രവൃത്തികളെയെല്ലാം നശിപ്പിക്കാനായി തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടിയാണ് ഇറങ്ങി വന്നത്. കുരിശിൽ തന്നെത്താൻ അവൻ ജീവത്യാഗം ചെയ്തു. നമുക്കായി അവൻ രക്തം ചൊരിഞ്ഞു. അതുപോലെ മരണത്തിന് അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു, ജീവത്യാഗം ചെയ്തു. അവന്റെ മക്കൾ എന്ന മഹാഭാഗ്യം നമുക്ക് നൽകാൻ വേണ്ടി, നമ്മുടെ വീട്ടിൽ അവൻ വന്ന് പാർക്കുന്നതിനു വേണ്ടി അന്ന് കർത്താവ് കുരിശിൽ സ്വയം ബലിയർപ്പിക്കുകയായിരുന്നു. ദൈവമക്കളെ, ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? കർത്താവ് ഇന്ന് നിങ്ങളോടാണ് പറയുന്നത്, മകനെ, മകളെ, ഇന്നെങ്കിലും ആ പാപ സ്വഭാവം ഉപേക്ഷിച്ച് എന്റെ അരികിലേക്ക് വരിക. എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കണം മകനെ, എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് പാർക്കണം മകളെ, എനിക്ക് ഇഷ്ടത്തോടുകൂടി നിന്റെ വീട്ടിൽ വന്ന് പാർക്കണം. നീ അതിനനുവദിക്കുമോ? നീ മാറുമോ? നീ എന്നെപ്പോലെ മാറുമോ? എന്റെ ഉള്ളിലുള്ള താഴ്മ കണ്ടില്ലേ? എന്റെ ഉള്ളിലുള്ള സ്നേഹം കണ്ടില്ലേ? എന്റെ ഉള്ളിലുള്ള വിശുദ്ധി കണ്ടില്ലേ? എന്റെ സത്യസന്ധത കണ്ടില്ലേ? ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അത്രത്തോളം ഞാൻ പരിശുദ്ധിയോടെ ജീവിച്ചില്ലേ? എന്റെ പ്രതിരൂപത്തിൽ എനിക്കായി സൃഷ്ടിക്കപ്പെട്ട നീ ഇന്നെങ്ങനെയാണ് ജീവിക്കുന്നത്? എന്നെപ്പോലെ നിങ്ങൾ മാറണം എന്ന് കർത്താവ് നിങ്ങളെ ഇന്ന് വിളിക്കുകയാണ്. ആ വിളിക്ക് നമ്മൾ പാത്രരാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ എന്തോ ഒരു കാര്യം, എന്തോ ഒരു പാപ സ്വഭാവം നിങ്ങളുടെ ഉള്ളിലില്ലേ? അതുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ഇന്ന് കർത്താവിന്റെ പാദങ്ങളിൽ നാം സ്വയം സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മെ അവന്റെ മക്കളായി അവനെപ്പോലെയാക്കി തീർക്കും. യേശുവിനെ പോലെയാകുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്നറിയാമോ? അത് എത്ര വലിയ സന്തോഷമാണെന്നറിയാമോ? യേശുവിനെ പോലെ യേശുവിനായി ജീവിക്കുന്നതിനെക്കാട്ടിലും ഈ ലോകത്ത് മഹത്തായ ഭാഗ്യം മറ്റൊന്നും തന്നെയില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്, കർത്താവിനെ പോലെ ജീവിക്കുന്നത്, അതെത്ര വലിയ ഭാഗ്യമാണ്. അതിനുവേണ്ടിയാണ് യേശു ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ മക്കളെ അവനെപ്പോലെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇതിലെന്തിനാണ് സ്വയപ്രതാപം? എന്തിനാണ് വെറുതെ കോപവും വൈരാഗ്യവും കൊണ്ട് നടക്കുന്നത്? അതൊന്നും കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. യേശുവിന്റെ ആ താഴ്മ, യേശുവിന്റെ ആ സ്നേഹം, യേശുവിന്റെ ആ വിശുദ്ധി, യേശുവിന്റെ ആ എല്ലാ സ്വഭാവ വിശേഷങ്ങളും നമുക്ക് ലഭിക്കുമെങ്കിൽ നാം എന്തിനീ ലോകത്ത് കഷ്ടപ്പെടണം? പ്രശ്നം, പോരാട്ടം, ഞെരുക്കം, സമ്മർദ്ദം ഇവയൊന്നും ഉണ്ടാവുകയില്ല. യേശുവിനെ പോലെ സന്തോഷത്തോടെ നമ്മളും ജീവിച്ച് ഓട്ടം പൂർത്തിയാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, യേശു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഉള്ളിൽ അവൻ വരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നെങ്കിലും കർത്താവായ യേശുവിനിടം കൊടുക്കുമോ? കർത്താവ് ഇന്ന് നിങ്ങളെ സമീപിക്കുകയാണ്. മകനെ, നീ ഇറങ്ങിവാ. എന്റെ മകളെ, നീ ഇറങ്ങിവാ, വേഗമിറങ്ങിവാ. കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. മുട്ടുകുത്തി നിന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളെ സ്വയം സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സന്തോഷം കളിയാടും. 19-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. അതിനേക്കാളും മഹത്തായ ഭാഗ്യമെന്നൊന്നില്ല. ആലോചിച്ചു നോക്കൂ, യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? എന്തെങ്കിലും പോരാട്ടമുണ്ടാവുമോ? യേശുവിന്റെ കൂടെയുള്ള ആ ജീവിതം ഒരു മധുരമുള്ള ജീവിതമാണ്, മഹത്തായ ജീവിതം. ആ ജീവിതത്തിനു വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. കർത്താവിന് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വരൂ മക്കളെ. സ്നേഹമുള്ള പിതാവേ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, എത്രയോ മക്കളുണ്ട് കർത്താവേ, ഈ വാക്കുകൾ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അങ്ങയോടൊപ്പം ജീവിക്കാൻ പറ്റാതെ, അങ്ങയെ തങ്ങളുടെ വീട്ടിലേക്കോ തങ്ങളുടെ മനസ്സിലേക്കോ സ്വീകരിക്കാൻ പറ്റാതെ, അങ്ങയ്ക്കും ഈ മക്കൾക്കും ഇടയിൽ എന്തോ ഒരു കാര്യം തടസ്സം നിൽക്കുന്നുണ്ട്. ഇന്നത് വലിച്ചെറിയട്ടെ കർത്താവേ, തങ്ങളെ അങ്ങേക്കായി സമർപ്പിക്കട്ടെ കർത്താവേ. യേശുവിനോട് ചേർന്നുള്ള ഒരു മഹത്തായ ജീവിതത്തിലേക്ക് ഇവർ കടന്നു വരട്ടെ കർത്താവേ. കർത്താവെ, അങ്ങൊരു വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവില്ല യേശുവേ. സമാധാനമുണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും, സ്വസ്ഥതയുണ്ടായിരിക്കും. അങ്ങ് സക്കായിയുടെ വീട്ടിലേക്ക് പോയില്ലേ കർത്താവേ? അതുപോലെ ഓരോരുത്തരുടെ വീട്ടിലേക്കും വരേണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് തന്നെയായിരുന്നാലും അതെല്ലാം അങ്ങയുടെ പാദങ്ങളിൽ ഇറക്കി വെച്ചു കർത്താവേ. ഇന്നിവർ അങ്ങയെ ദൈവമായി സ്വീകരിക്കട്ടെ കർത്താവേ. അങ്ങയെപ്പോലെ ഈ മക്കളെയും മാറ്റണേ കർത്താവേ. അങ്ങങ്ങനെ ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു.
കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വിശുദ്ധമായ കരങ്ങളിൽ അങ്ങയുടെ മക്കളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അങ്ങ് ചുമതല ഏറ്റെടുക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. തടസ്സങ്ങളെല്ലാം മാറട്ടെ യേശുവേ, പോരാട്ടങ്ങളെല്ലാം മാറട്ടെ യേശുവേ. കർത്താവെ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും ആ നല്ല സ്വഭാവങ്ങൾ കൽപ്പിച്ചരുളി അനുഗ്രഹിക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി അങ്ങേക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം മറ്റു ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെ ശനിയാഴ്ച ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ കൂടാരത്തിൽ വെച്ച് നടക്കുന്നതാണ്. നാളെ രാവിലെ 9 മണിക്ക് മറക്കാതെ കുടുംബത്തോടെ അതിൽ പങ്കെടുക്കുക. വരൂ, നമുക്കൊന്നിച്ച് രാജ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായും രാജ്യത്തെ അനുഗ്രഹിക്കും. അതിലൂടെ നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അതേപോലെ നാളെയും മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.